കുറേ ദിവസം ഞാൻ ആലോചിച്ചുകൊണ്ട് നിൽക്കണം എപ്പോഴായിരിക്കും കല്യാണം. കല്യാണത്തിന് പോകുമ്പോൾ ഡാൻസ് കളിക്കണം, പോയിട്ട് ഫുഡ് കഴിക്കണം, അടിപൊളിയായിട്ട് ഫുഡ് വയറ് നിറച്ചും കഴിക്കണം, പിന്നെ തിരിച്ചു വരുമ്പോൾ ഡാൻസ് കളിക്കണം. അങ്ങനെ കുറേ ദിവസം ആലോചിച്ചുകൊണ്ട് നിൽക്കണം. ഫൈനലി ഗൈസ് ആ കല്യാണമുള്ള ദിവസം എത്തിയിരിക്കുക കേട്ടോ. ഇന്നാണ് കല്യാണം. അതിനുവേണ്ടി ഞാൻ രാവിലെ ഒരുങ്ങി സെറ്റായിട്ട് മുടിയൊക്കെ പൊക്കി വെച്ചിട്ടുണ്ടല്ലോ, പാലത്തിൻ്റെ ഭാഗത്തേക്ക് വന്ന് നിൽക്കുക കേട്ടോ. അവിടെ നിന്ന് ബസ് കയറുന്നതൊക്കെ ഞങ്ങൾക്ക് ഇവിടുന്ന് ക്ലിയർ കാണാം. അതുകൊണ്ടാണ് ഞങ്ങൾ പാലത്തിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുള്ളത്. കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും റെഡിയായി നിൽക്കുക കേട്ടോ. അവിടെ കുറേ ആൾക്കാർ അവിടെ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്നവർ കാത്തിരിക്കുന്നുണ്ട് കുറേ ആൾക്കാരും. പിന്നെ അത് മാത്രമല്ല കുറേ ചെക്കന്മാർ ഇതാ ഇങ്ങോട്ട് വന്നിക്കണേ, ചെറിയ ചെക്കന്മാർ ഇങ്ങോട്ട് വന്നിക്കണേ, ഞങ്ങളെ വേക്കാലം വന്നിക്കണേ. ബസ് അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത് കാണാം ഞങ്ങൾക്ക്. സംഭവം ഇവിടെ വന്ന കാര്യം ബസ് അവിടെ നിന്ന് വരുന്നത് കാണാൻ ചിലപ്പോൾ ഇങ്ങോട്ട് വരുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരില്ല അല്ലേ? ഇങ്ങോട്ട് വരുമോ ബസ്? ഇങ്ങോട്ട് വരില്ല. ആ കട്ടക്കളത്തിൻ്റെ അവിടേക്ക് ബസ് വരും. ഞാൻ കാണിച്ചു കട്ടക്കള പോലെ കാണിച്ചു തരാം. ആ കണ്ടില്ലേ, അവിടെയാണ് കട്ടക്കള അല്ലേ? അങ്ങോട്ട് ബസ് വരുന്നതാണ് ആര് പറഞ്ഞത്? ശ്രീകുട്ടൻ പറഞ്ഞത്. അങ്ങോട്ട് ബസ് വരില്ലേ? കാര്യമല്ലേ? ബസ് എങ്ങനെ ഇങ്ങോട്ട് വരാനല്ലേ ഈ ചെറിയ റോട്ടിൽ കൂടെ അല്ലേ ശ്രീകുട്ട? ഈ ചെറിയ റോട്ടിൽ കൂടെ എങ്ങനെ ബസ് വരാനാ? എന്തായാലും ആ ഭാഗത്ത് ഈ ബസ് വരും. എല്ലാവരും റെഡിയായി വന്നിരിക്കുന്നത്. ഐ ഉഷാറ്. അത് കിങ്ങിണീൻ്റെ കേങ്ങ്. അയ്യോ ഇതൊക്കെ നോക്കി, ഇതൊക്കെ 2, 3, 4, 5 മണിക്കൂറായി ഇതൊക്കെ തീർക്കാൻ കേട്ടോ. എത്ര പാടിട്ടെന്ന് അറിയില്ല ഇങ്ങനെ. ഓ അനുങ്ങോട്ടൊക്കെ എവിടെ? ആ അതിന് ഷർട്ട് അടിപൊളിയായില്ലേ? ഇടില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്തോ ഉണ്ണി പാപ്പൻ്റെ ഷർട്ട്. ആയി അത് ഉഷാറായി. അങ്ങോട്ട് നോക്കുണ്ണി പാപ്പ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ. ഞാൻ ചീനിങ്ങാടി വലിയ ബസ് ആയിരിക്കുന്നത്. അതല്ലേ വലിയ ബസ് തന്നെയാണല്ലോ. അച്ചു എന്താ തട്ടത്ത് കേട്ടാ? ജനലുണ്ടോ? അതുക ഉള്ള ലേസർ എൻ്റെ മോനെ ലേസർ. എടാ ഇവിടെ മൊബൈല് ലേസറുള്ള ടൈപ്പിലൊക്കെ മൊബൈൽ ഓണാക്കിണ്ടല്ലോ, ക്യാമറ അടിച്ചു. വണ്ടിയോടെ വളയ്ക്കാൻ വേണ്ടിയിട്ടാണ്. വണ്ടി നൈസായിട്ട് ഇവിടെ കുടുങ്ങി. വണ്ടി പനങ്ങണില്ല. അവിടെ എല്ലാവരും ഇതിൻ്റെ ചോട്ടിൽ എന്തൊക്കെയോ പണിയെടുക്കുന്നുണ്ട്. എന്താ സംഭവം ആർക്കെങ്കിലൊക്കെ മനസ്സിലായിണ്ടോ? അച്ഛൻ നീ ബസ് സിമുലേറ്റർ ഗെയിം കളിക്കണേ. ഇനി ഒന്ന് പറഞ്ഞു കൊടുക്കുക എങ്ങനെയുണ്ടായിരുന്നു. നീ ബസ് സിമുലേറ്റർ ഗെയിം കളിക്കണേ, ഒന്ന് പറഞ്ഞു കൊടുത്താ അച്ചു. പുകയൊക്കെ കയറി നോക്ക്. അച്ചുടെ ടയറൊക്കെ തേഞ്ഞല്ലേ അച്ചു? അതൊക്കെ ഇവരെയൊക്കെ നോക്ക്. കയറി അത്രേ ഉള്ളൂ. എത്രയെന്ന് വെച്ചാൽ ഉന്തുക. ലാസ്റ്റ് ഒരു ഉന്തം കുന്തി. ഏത് നന്ദു പിടിച്ചങ്ങ് ഒരു ഉന്തം കുന്തി. നന്ദു ഉണ്ണി ഒന്നിച്ചങ്ങ് കുന്തി. കണ്ടില്ലേ? നന്ദു ഉണ്ണി ഒന്നിച്ച് കുന്തിയപ്പോൾ വണ്ടിയായിട്ട് മുന്നോട്ടങ്ങ് പോയില്ലേ? ഇന്നിപ്പോൾ വണ്ടി തിരിക്കാൻ പോവാം. വേറെ സ്ഥലത്ത് നിന്ന് വണ്ടി തിരിക്കാൻ പോവാം. സ്ഥലത്തെത്തിയുണ്ട്. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് സ്ഥലം, ഇത് ഈ സ്ഥലമാണ് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടോ. പിന്നെ ഇവർ പറഞ്ഞപ്പോൾ മനസ്സിലായത് ഇത് തന്നെയാണ് സ്ഥലം എന്ന് എനിക്ക് മനസ്സിലായത്. തിരക്ക് പറഞ്ഞാൽ അധികം തിരക്കൊന്നും പറയാനില്ല. എന്നാലും ആൾക്കാർ വരുന്നുള്ളൂ. ഞങ്ങളെ ടീമുകളൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്, ബസ്സിന് ഇറക്കിയിട്ട് വരുന്നുണ്ട്. ഇതൊരു ആവാത്തേക്ക് നമ്മൾ ഫസ്റ്റ് കൈ കഴിയാനല്ലോ ഇത്. അതാക്കണം ബസ് അവിടെ. കല്യാണ പെണ്ണും കല്യാണ ചെക്കനൊന്നും വന്നില്ല. നീ എന്താ അവിടെ നോക്കിക്കണം? ഇവിടെ സീറ്റ് പിടിച്ചിരിക്കടാ. ഫ്രണ്ടിലത്തെ കസാര പോകണം. അത്യാവശ്യം ഫ്രെയിം കിട്ടും അല്ലേ? കൊള്ളാം. ട്രെൻഡിങ് സാധനമൊക്കെ ഇറക്കിക്കണോ കരുത്തെ. ജിത്ത് ഇങ്ങോട്ടേക്ക് നിന്നെ വരാണിച്ചു കൊടുക്കുക. വരാ പാൻറ്. ഇനി പാൻറ് എൻ്റെ ഞങ്ങളിവിടെ കഥയും പറഞ്ഞു നിൽക്കുക. ഉണ്ണീനെ നന്ദുവിനെ കാണുന്നില്ല. എവിടെ പോയവർ? മൂത്രമൊഴിക്കാൻ പോയതാണ്. എവിടെ ഇപ്പോൾ മൂത്രം? ടോയ്ലറ്റൊക്കെ എവിടെ? ഞാൻ ആകെ കണ്ടത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കൈ കഴിക്കണം മാത്രം കണ്ടുള്ളൂ. പിന്നെ ടോയ്ലറ്റ് എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇവിടേക്ക് എന്തൊരു ചൂടാ, ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല. ഒട്ടുക മേലൊക്കെ ഷർട്ട് പോകുമ്പോഴത്തേക്ക് ഈ ഭാഗത്തൊക്കെ ചളിയാവും തോന്നുന്നു. നേരത്തൊക്കെ ആയോ ശരി. എപ്പോൾ എത്തി? കുറച്ച് വ്ളോഗ് എടുക്കുന്നത്. വ്ളോഗ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് വന്നപ്പോഴേ തുടങ്ങിയിരിക്കുന്നു. വണ്ടിയൊക്കെ അത് കുടുങ്ങിയില്ല അവിടെ. പിന്നല്ലേ ഇത്രയുള്ളൂ. അത് വണ്ടി കുടുങ്ങി. അതൊക്കെ ഉണ്ട് വ്ളോഗിലുണ്ട്.
1 മില്യൺ അടിക്കണം. ഷോർട്സോ എല്ലാവരും ബാക്ക് ഭാഗത്ത് സെറ്റ് ആയിരുന്നു കേട്ടോ. ഇനി കല്യാണ പെണ്ണും കൂടി വരാണ്ട് കാറിന്ന് ഇറങ്ങുന്നുള്ളൂ. അതാ വരുന്നത്. കല്യാണ പെണ്ണി ഫോട്ടോ എടുക്കണത്. താലിയായിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി നോക്കിയിട്ടോ. ഫുള്ള് ക്യാമറമാൻ അതിൻ്റെ ഫ്രണ്ടിലെല്ലാം കൊണ്ട് ക്യാമറമാൻ ഫുള്ളും അതിൻ്റെ ഫ്രണ്ടിലെല്ലാം കൊണ്ടിട്ടല്ലോ. ക്ലിയർ ആയിട്ട് ഒന്നും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒന്നിനും പറ്റിയില്ല. എന്നാലും അവരെ എടുത്തിട്ടുണ്ടാവും, നൈസാക്കിയിട്ടുണ്ടാവും. എനിക്കാണെങ്കിൽ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സൈഡിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റിയുള്ളൂ. ഫുഡ് കഴിക്കാൻ പോട്ടെ. ഞാനും പറഞ്ഞ പോലെ ആവും എന്തോന്നും അറിയില്ല. എന്നിട്ട് ഫുഡ് കഴിക്കേണ്ട സ്ഥലം ഉണ്ടാവും. അവിടെ പോയി കൈ കഴുകി വന്നോളൂ. ഉണ്ടായാൽ തീരും. എന്തൊക്കെ ചെയ്തിട്ട് ബിരിയാണി എടുക്കുന്നത് ചോദിച്ചിട്ടില്ല അന്നേ നന്ദു? ബിരിയാണിയാണ് ശരി. പിന്നെ കൂട്ടുകറിയൊക്കെ 2 പേരാണ്. ഈ കുറച്ചരി ഇതന്നെ ധാരാളം. ഭയങ്കര ചൂടാണ്, ചൂട് സഹിക്കുന്നില്ല. ക്യാമറ കുറച്ചുകൂടി വൈഡ് ആംഗിളാണെങ്കിൽ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് എടുക്കും. പക്ഷെ ക്യാമറ വൈഡ് ആംഗിളല്ല. ട്രൈപോഡ് അമ്മേൻ്റെ കൈ കൊടുത്തിട്ട് ഫോണ് ഇനി ബസ് പോകുമ്പോഴാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ചാർജ് തീരില്ല. പിന്നെ അത് മാത്രമല്ല ഭയങ്കര ചൂട് പറഞ്ഞാൽ ഭയങ്കര ചൂട്. ബസ് കയറുമ്പോഴാണ് ഇനി വ്ളോഗ് എടുക്കാൻ പറ്റുള്ളൂ. ചാർജ് തീരില്ല. ഒരു ട്രൈപോഡ് ഇപ്പോൾ അമ്മേൻ്റെ കൈ കൊടുത്തിട്ട്, അമ്മേൻ്റെ കയ്യിലാണ് ഞാൻ വന്നപ്പോൾ ട്രൈപോഡ് കൊടുത്തത്. ട്രൈപോഡ് അമ്മേൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ബസ്സിൽ ഫ്രണ്ടിൽ ആ ഡ്രൈവറിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം ഇത് എവിടെയെങ്കിലും കുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കാം. ചാർജ് ആക്കിയിട്ട് നമുക്ക് കിടിലം വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ കിടിലം വീഡിയോ എടുക്കുക. ഡാൻസ് കളിക്കുന്ന വീഡിയോക്ക് ഇഷ്ടം പോലെ എടുക്കാൻ പറഞ്ഞാൽ ഇഷ്ടം പോലെ ഡാൻസിൽ ഈ സ്റ്റെപ്പ് ഒന്നും കിട്ടിയില്ല. വന്നപ്പോൾ ഉണ്ടല്ലോ ഞാനിങ്ങനെ വെറുതെ കൈകൊണ്ട് ഇങ്ങനെ ആക്കിയിടും. സ്റ്റെപ്പ് ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. ഞാൻ ഇങ്ങനെ ആലോചിക്കുക ഇപ്പോൾ ഏത് കളിക്കും എന്നിങ്ങനെ ആലോചിക്കുക. എന്നിട്ട് ഒരു സ്റ്റെപ്പും കിട്ടില്ല. എന്നിട്ട് ഞാൻ വെറും കൈയും കൊണ്ട് ഇങ്ങനെ ആക്കി കളിക്കരുത്. എനിക്കിങ്ങനെ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ വ്ളോഗ് എടുക്കാൻ ഭയങ്കര മടിയാട്ടോ. കാരണം എന്താ അറിയോ, ചാർജ് വേഗം തീരും. പിന്നെ നമ്മളെ ആവശ്യത്തിന് ചാർജ് ഉണ്ടാവില്ല, ഒന്നിനും ചാർജ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ ട്രിപ്പൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ആകെ ചടപ്പാവുക വ്ളോഗ് എടുക്കുമ്പോൾ. വ്ളോഗ് എടുക്കണം കൊണ്ടല്ല, വ്ളോഗ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ചടപ്പാവുക. ചാർജ് ഇല്ലാത്തത് കൊണ്ട്. ഒരു പവർ ബാങ്കൊക്കെ മേടിക്കണം. എൻ്റെ അടുത്ത് പറയണം ഒരു പവർ ബാങ്ക് ചെറുത് എന്തെങ്കിലുമൊക്കെ പൈസ തിരിച്ചിട്ട് ചെറിയ പവർ ബാങ്ക് എനിക്ക് മേടിച്ച് തരണമെന്ന് പറയണം. ചൂട് എടുത്തിട്ട് ഒരുമാതിരി ആവണം കേട്ടോ. വണ്ടീൻ്റെ ഉള്ളിൽ വന്നപ്പോൾ അതിനും കാട്ടി ചൂട്. ഷൂ ഒക്കെ ഊരിയുടെ വണ്ടി എടുക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഫാനും കറങ്ങി പിന്നെ ഈ ജനലിക്കൂടെ നല്ല കാറ്റും ഉണ്ടാവും. എന്നിട്ട് എപ്പോഴും വണ്ടി എടുക്കുക. അവരും എല്ലാവരും വരണല്ലേ. അവരും അവിടെ ഇത് നോക്കിയിരിക്കുകയാണ്. വേഗം പറഞ്ഞിട്ട് വേഗം വന്നൂടെ. നന്ദു
ഡാൻസിൻ്റെ ഒരു അടിപൊളിയായി ഉണ്ട് കേട്ടോ. നല്ല ഡാൻസ് കളിച്ച് അച്ഛക്ക് കുറച്ച് ഡാൻസ് കളിച്ചേ എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഇപ്പം നേരെ പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് നേരെ ഡാമൊക്കെ ഒന്ന് ചാടിയിട്ട് നേരെ വീട്ടിൽ പോകുന്നു. നമ്മളെ എടുത്ത വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യണ്, അപ്ലോഡ് ചെയ്യണ്. അത് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്ലോഡ് എഡിറ്റ് ചെയ്യാനും കുറേ ടൈം എടുക്കും. കാരണം എന്താ വെച്ചാൽ ഇഷ്ടംപോലെ ക്ലിപ്പ് എടുത്തിരുന്നു. ഞാനൊക്കെ എന്തൊക്കെയോ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും വീട്ടിൽ പോയിട്ട് അത് എഡിറ്റ് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ വ്ളോഗ് ഇവിടെ ക്ലോസ് ആക്കാണ്. എല്ലാവരും ബൈക്കിലും വരുന്നുണ്ട്, കുറച്ച് ആൾക്കാർ ഫ്രണ്ടും കൂടെയും പോകുന്നുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ അപ്പുറത്തെ റോഡിൽ കൂടെ പോകുക കേട്ടോ. അപ്പുറത്താണ് സാധാരണ റോഡ്. പിന്നെ ഇതിൽ കൂടെ പാലത്തിൻ്റെ ഭാഗത്തേക്ക് സിമ്പിളായും കൊണ്ട് എല്ലാവരും ഇതിൽ കൂടെ പോകണം. എല്ലാവരും അല്ല, പകുതി ആൾക്കാർ അച്ചുണ്ട്. പിന്നെ ബാക്കിലും കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കല്യാണ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നാളെ നല്ല അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ.